തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ സംഘർഷം. KSU ജില്ലാ സെക്രട്ടറി സാൻജോസിനെ ബോയ്സ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് KSU ആരോപിക്കുന്നു. ഫ്രഷേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് KSU ക്യാമ്പസിനകത്ത് ഫ്ലെക്സ് ബോർഡ് വച്ചതാണ് സംഘർഷത്തിന്റെ തുടക്കം. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഗൗരവമുള്ള സംഭവമാണ്. ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ടോ? ഇപ്പോഴും സംഘർഷാന്തരീക്ഷമുണ്ടോ? കാര്യവട്ടം ക്യാമ്പസിൽ പുതിയ കുട്ടികൾ വരുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഫ്ലെക്സ് വെക്കുന്നതുമായി KSU പ്രവർത്തകർ ഫ്ലെക്സ് വെക്കാനായി അവിടെ എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉണ്ടായത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. സാൻജോസ് KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. സാൻജോസിന് അവിടെ SFIയുടെ ഇടിമുറിയിൽ കൊണ്ടുപോയി SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ KSU ഉന്നയിക്കുന്ന പരാതി. സാൻജോസിനെ നിലവിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ നിന്ന് ഒരു ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞങ്ങൾ വൈകിട്ട് കഴിച്ചിട്ട് വരുമായിരുന്നു. ഞാനും എൻ്റെ ബ്രദറും എൻ്റെ ഫ്രണ്ടുമാണ്, അദ്ദേഹം കൂടെ ആയിട്ട് കഴിച്ചിട്ട് വരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് വന്ന സമയത്ത് പുള്ളിയെ തടഞ്ഞു. എന്നെ ക്യാമ്പസിൽ കൊണ്ടാക്കിയിട്ട് വരുമായിരുന്നു. സെക്യൂരിറ്റിമാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അകത്ത് കയറിയത്. അതിനുശേഷം പുറത്തിട്ട് ഞങ്ങൾ പുള്ളി അകത്ത് തടഞ്ഞു നിർത്തി. വണ്ടിയുടെ ചാവിയൊക്കെ അവർ വാങ്ങിച്ചു. അപ്പോൾ ഞാനിത് അറിഞ്ഞ് പുള്ളി ഇഞ്ഞ് വന്ന സമയത്ത് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നീ ഇനി ഇവിടെ സംസാരിക്കേണ്ടടാന്ന് പറഞ്ഞിട്ട് അജിന്ത് അജയ് എന്നാണ്, പഴയ ഒറ്റപ്പാലം MP ഉണ്ട്, അജയ് കുമാർ, അയാളുടെ മകൻ ഇയാളെ പിടിച്ച് ഇവനോട് ഓർഡർ ഇട്ടു എന്നെ എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ട് കയറ്റുന്നു. അങ്ങനെ എന്നെ അവിടെ വെച്ച് അയാൾ അവിടെ നിന്ന് തൂക്കിയെടുത്ത് എന്നെ വലിച്ചടച്ചു. അവിടെ ഇട്ട് ആ തറയിലിട്ട് വലിച്ചടച്ചതിന് ശേഷം എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ബലം പിടിച്ചായിരുന്നു. അതായത് അവിടുത്തെ കമ്പിയിൽ പിടിച്ച സമയത്ത് ആ കമ്പിയിൽ വെച്ച് എൻ്റെ ഇളുത്തന്നെ വലിച്ചിട്ട് എൻ്റെ കഴുത്ത് ഞെരിച്ച് ശ്വാസം കിട്ടാതെ ആയപ്പോഴാണ് അയാൾ പിടിവിട്ടത്. കഴുത്ത് ഞെരിച്ചതിന് ശേഷം എന്നെ 121-ാമത്തെ റൂമിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അവരോട് സംസാരിച്ച് അവർ ചോദ്യം ചെയ്യലായിരുന്നു. ഒരാൾ ഇരുന്നിട്ട് അവരെല്ലാം ചോദ്യം ചെയ്യൽ. ഞങ്ങളെ ഫോൺ പിടിച്ച് വാങ്ങിച്ച് വെച്ച് ലോക്ക് അഴിച്ചു കൊടുത്തു. ഫോൺ പിടിച്ച് വാങ്ങിച്ചു വെച്ചു. അതിനുശേഷം ഇവിടെ നീയൊന്നും പ്രവർത്തിക്കണ്ട, നീയൊക്കെ ആരെ കണ്ടിട്ടാണ് പ്രവർത്തിക്കുന്നത്, നീ ഞങ്ങൾക്കെതിരെ പറയാറായോ? സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ ഞങ്ങളെ കൂടെയാണ്. രജിസ്ട്രാർ, കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഞാൻ പറയുന്നതിനപ്പുറം കേൾക്കില്ല, ഞങ്ങളെ കൂടെയാണ്. നീ ഇനി ഇവിടെ പഠിക്കണ്ട, നിന്നെ അല്ലെങ്കിലേ ഇലക്ഷൻ കഴിയുമ്പോൾ നിന്നെ പുറത്തിട്ട് എടുക്കാൻ തന്നെയാണ് ഇരുന്നത്. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തിരുന്നടാ, ഞങ്ങൾ പുറത്തിട്ട് നിന്നെ കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് അറിയാമോ, ഞങ്ങൾ ആരുടെ മക്കളെന്നറിയാമോ, ഞങ്ങൾ ആരെന്നറിയാമോ, എങ്ങനെ സംഘടനാ പ്രവർത്തനം ചെയ്യുമെന്നറിയാമോ, ഇതറിയാൻ നീ അന്വേഷിച്ചിട്ടാണോ അവിടെ നിന്റെ തിളപ്പ്? അലവലാതി പെണ്ണുങ്ങളെ കണ്ടിട്ടാണോ അവിടെ നീ കളിക്കുന്നത്? ഞങ്ങളുടെ കൂട്ടത്തുള്ള പെൺകുട്ടികളെ വളരെ മോശമായിട്ടാണ് തെറി വിളിച്ചത്. പരിക്കുണ്ടോ? ഗുരുതരമായിട്ട് പരിക്കുണ്ട്. എനിക്ക് ശ്വാസം എടുക്കുന്നതിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കഴുത്ത് ഞെരിച്ചായിരുന്നു. അപ്പോൾ അയാൾ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കഴുത്ത് ഇവിടെ ആശുപത്രി വന്നപ്പോൾ എന്താ പറഞ്ഞു? കേട്ടില്ല. ഇവിടെ ആശുപത്രി വന്നപ്പം സ്കാൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, 2 ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്കാൻ ചെയ്യാൻ പോവാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KSU കൂടുതൽ സമരത്തിലേക്ക് പോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അലോഷി, ഈ കൂടുതൽ സമരം എന്ന് പറയുന്നത് എന്താണ്? അല്ല, തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് കേരളത്തിലെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് സർക്കാർ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചിട്ട് SFIയുടെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നമുക്കറിയാം. 3-4 മാസക്കാലം മുമ്പാണ് കാര്യവട്ടം ക്യാമ്പസിൽ സംഘർഷമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യറും സംസാരിക്കുകയാണ്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.